മധ്യവേനലവധി കഴിഞ്ഞ് ജൂൺ 2-ന് സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികളെ ആശ്രയമായ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞും പുനർനിർമ്മാണം എവിടെയും എത്തിയില്ല. 2015-16 വർഷം VT ബൽറാം MLA സ്മൈൽ തൃത്താല പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രമാണ് വർഷങ്ങളായി തകർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. അന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ FM റേഡിയോ, വൈഫൈ, സോളാർ വൈദ്യുതി ഉപയോഗിച്ചുള്ള ലൈറ്റ് എന്നിവ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷത്തിനകം തന്നെ തകരാറിലായി. 2019 ജൂൺ മാസം വലിയ ബോർഡും തകർന്നു. പഞ്ചായത്ത് അധികൃതർ കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മാണം നടത്തുമെന്ന് പറയുക മാത്രമാണ് ഇത്രകാലം ചെയ്തത്. നിലവിൽ കാത്തിരിപ്പ് കേന്ദ്രവും മേൽക്കൂര ഷീറ്റും സീലിംഗും ഇരിപ്പിടവും തകർന്ന തരിപ്പണമായി. സ്റ്റീൽ നിർമ്മിതമായ ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് കുത്തിനാട്ടിയ ഇരുമ്പ് കമ്പികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. കേടുപാടുകൾ തീർക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് കൂടെയാണ് ആശ്രയം. LP, ഹൈസ്കൂൾ, പ്ലസ് 2 വിഭാഗങ്ങളിലായി 3000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാന അടക്ക വിപണന കേന്ദ്രത്തിലേക്കും എത്തുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ് കാത്തിരിപ്പ് കേന്ദ്രം. അതേസമയം കാലങ്ങളായി ശോച്യാവസ്ഥയിൽ കിടക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണത്തിനാവശ്യമായ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പുനർനിർമ്മാണം നടത്തുമെന്നും ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു.